ഇടുക്കിയിൽ നിന്ന് എന്താണ് സംഭവിച്ചത്? 5 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകൾ ഇടുക്കി ഉൾപ്പെടെ തൊടുപുഴ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ എന്തായിരുന്നു സ്ഥാനാർത്ഥികളുടെ നീക്കങ്ങൾ? പ്രജീഷ, തീർച്ചയായിട്ടും വളരെ ശക്തമായി ഈ സ്ഥാനാർത്ഥികൾ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെയും പ്രത്യേകത. നമുക്കറിയാം, തൊടുപുഴയിൽ ഒരു തലമുറ മാറ്റം ഉണ്ടായിരിക്കുന്നു. PJ ജോസഫിൻ്റെ മകൻ അബു ജോൺ ജോസഫ് മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം സജീവമായി തന്നെ തൻ്റെ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു. 2 കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയാണ് തൊടുപുഴയെ സംബന്ധിച്ചുള്ളത്. ഇടുക്കിയാണ് ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലം എന്ന് തന്നെ പറയാം. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനാണ് LDFന് വേണ്ടി കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. മുൻ DCC പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ KPCCയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള റോയ് കെ പൗലോസ് അവിടെ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വാശിയേറിയ ഒരു മത്സരം നടക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. 39 വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി എത്തുന്നത് എന്നതാണ് പ്രത്യേകത. പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം UDFന് അനുകൂലമാണ്. കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. 10 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 10ഇടത്തും UDF മത്സരിച്ച് വിജയിച്ച പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളുമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നു. 25 വർഷമായിട്ട് അവിടെ നിയമസഭാ അംഗമായിട്ടുള്ള റോഷി അഗസ്റ്റിനെ നേരിടാൻ ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി എത്തിയതോടുകൂടി ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം, മത്സര ചിത്രം തന്നെ മാറിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊന്ന് ദേവികുളമാണ്. നമുക്കറിയാം, ദേവികുളത്ത് CPMൻ്റെ MLA ആയിരുന്ന S രാജേന്ദ്രൻ ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി അവിടെ കളത്തിലിറങ്ങിയിരിക്കുന്നു. അവിടെ 2 മുന്നണികളുടെ, ഇടത് വലത് മുന്നണികളുടെ വിധി നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ S രാജേന്ദ്രന് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. S രാജേന്ദ്രന് മാത്രമാണ് ജില്ലയിൽ ഒരു അപര സ്ഥാനാർത്ഥിയുള്ളത്. പക്ഷേ ഈ 3 സ്ഥാനാർത്ഥികളും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ അപരൻ കാര്യമായ പ്രതിസന്ധി സൃഷ്ടിക്കില്ല എന്നാണ് കരുതുന്നത്. പ്രജീഷ്, ശരി.